ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൻമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ പകുതിയോടെ തുടങ്ങുമെന്നാണ് ജിത്തു ജോസഫ് പറയുന്നു. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സെപ്റ്റംബർ പകുതിയോടെ ദൃശ്യം 3 തുടങ്ങണമെന്നാണ് കരുതുന്നത്. തിരക്കഥ പൂർത്തിയാക്കിയ ശേഷം ചിത്രീകരണം ആരംഭിക്കുന്നതാണ് എന്റെ രീതി. എഴുത്തുജോലികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ദൃശ്യം 3 അന്വേഷിച്ച് ഹിന്ദിയിൽ നിന്നും സിനിമാക്കാർ വരുന്നതായുള്ള വാർത്തകൾ ശരിയാണ്. അവരെല്ലാം തിരക്കഥ പൂർത്തിയാകുന്നതിനായി കാത്തിരിക്കുകയാണ്. മലയാളത്തിലും ഹിന്ദിയിലും ഒരേ സമയത്തു തന്നെ ചിത്രീകരണം തുടങ്ങണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല. ആദ്യം ഹിന്ദിയിൽ തുടങ്ങാൻ ചില ശ്രമങ്ങളുണ്ടായിരുന്നെങ്കിലും നിയമപരമായി നേരിടുമെന്നൊരു സൂചന നൽകിയതോടെ അവർക്ക് പിന്തിരിയേണ്ടി വന്നു. ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ഇങ്ങനെ ആകണമെന്ന് സൂചിപ്പിച്ച് ഒത്തിരി പേർ കഥകൾ എഴുതി എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്നും വായിച്ചു നോക്കാതെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. കഥയുമായി ബന്ധപ്പെട്ട എന്റെ ആലോചനകളെ ഒരു വിധത്തിലും അതൊന്നും സ്വാധീനിക്കരുതെന്ന തീരുമാനമായിരുന്നു അതിന് പിന്നിൽ. രണ്ടാം ഭാഗം പൂർത്തിയാക്കിയ സമയത്തു തന്നെ മനസ്സിൽ തുടർച്ചയെക്കുറിച്ചുള്ള ചില ചിന്തകളുണ്ടായിരുന്നു. OTTയിൽ പ്രദർശനത്തിനെത്തിയ ദൃശ്യം 2 എന്റെ വീട്ടിലെ ഹോം തിയേറ്ററിൽ ഇരുന്നാണ് ലാലേട്ടൻ കാണുന്നത്. രണ്ടാം ഭാഗം അവസാനിച്ച രീതി കണ്ടിട്ടാകണം ഇനിയൊരു മൂന്നാം ഭാഗത്തിന് സാധ്യത നോക്കുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. മൂന്നാം ഭാഗത്തെ കുറിച്ചൊന്നും അന്ന് പറയാൻ അറിയില്ലെങ്കിലും വീണ്ടും ഒരു തുടർച്ച വരികയാണെങ്കിൽ കഥ ഇങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് ചില ചിന്തകൾ അദ്ദേഹത്തോട് ഞാൻ പങ്കുവച്ചു. ജോർജ് കുട്ടി ഒരു വരവ് കൂടി വരികയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. ലാലേട്ടന് അത് ഇഷ്ടമായി. എഴുതി നോക്കൂ, ശരിയായാൽ മുന്നോട്ടു പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി. മനസ്സിൽ കയറിക്കൂടിയ ആ ചിന്ത മുൻനിർത്തി പിന്നീട് പലപ്പോഴായി ആലോചനകൾ നടന്നു. അതെല്ലാം വളർന്ന് മൂന്നാം ഭാഗത്തിലേക്ക് എത്തുകയായിരുന്നു. ദൃശ്യം 3ന്റെ ക്ലൈമാക്സ് ആയിരുന്നു ആദ്യം മനസ്സിൽ തെളിഞ്ഞത്. ജിത്തു ജോസഫ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.